അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലോഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ ലവേഴ്സ് ഓഫ് അല്ലാ എന്ന ജേണിയിലെ 18-20 യാത്രകളെക്കുറിച്ചാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ് 20ാമത്തെ നമ്മുടെ വയനാട്ടിലേക്കായിരുന്നു. അവിടെയുള്ള ഒരു പള്ളിയിൽ നമ്മൾ മുസല്ല വിരിക്കാൻ നമ്മുടെ പള്ളി ഫണ്ടിൽ നിന്ന് കൊടുത്തു. 50,000 രൂപയ്ക്കായിരുന്നു മുസല്ല വിരിച്ചിരുന്നത്. പക്ഷേ കുറച്ച് ഭാഗം കൂടെ ബാക്കിയുള്ളത് ഒരു ഒരു അത്ര ഒരു ഭംഗികേടായിട്ട് തോന്നുന്നു. ഇൻഷാ അല്ലാ കുറച്ചും കൂടെ കൊടുത്ത് 75% ആക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ബാക്കിയുള്ള ഭാഗം അവർക്ക് ഫുഡ് കഴിക്കാനോ അത്തിക്കാഫിന് ഫുഡ് കഴിക്കാനോ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനോ ഒക്കെ സാധിക്കുകയും ആ മുസല്ല പ്രൊട്ടക്റ്റഡ് ആയിരിക്കുകയും ചെയ്യും. മേപ്പാടി എന്ന പ്രദേശത്താണ്. നല്ലൊരു സലഫി മസ്ജിദിന് വേണ്ടിയാണ് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാ, മാഷാ അല്ലാ. അല്ലാഹു മബാരിക്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിലൊരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പള്ളിക്ക് വേണ്ടിയും കിണറിന് വേണ്ടിയും അതല്ലാണ്ടും ലവേഴ്സ് ഓഫ് അള്ളയിലേക്കൊക്കെ സഹായിച്ച സഹോദരിമാർക്കെല്ലാം ഞാൻ വീണ്ടും വീണ്ടും നന്ദികൾ അർപ്പിക്കുകയാണ്. അവിടെ പോയി മയ്യത്ത് പരിപാലന ക്ലാസ്സും ലൈവിൽ തന്നെ നമസ്കാരവും മയ്യത്ത് ഡമ്മിന്, അതായത് ഒരു ബൊമ്മനെ വെച്ച് മയ്യത്ത് കുളിപ്പിക്കാനും ഒക്കെ സാധിച്ചു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാ, മാഷാ അല്ലാ. ഒരുപാട് ആളുകൾ സ്റ്റുഡൻസ് വിങ്ങും ഉണ്ടായിരുന്നു. അത് സാധാരണഗതിയിൽ ഇങ്ങനത്തെ ക്ലാസ്സുകൾക്കൊന്നും നമ്മുടെ സ്റ്റുഡൻസ് പെൺകുട്ടികളെ കാണാറില്ല. പക്ഷെ അവിടെ കുറച്ച് പതിവിന് വിപരീതമായി കുറച്ച് പെൺകുട്ടികളെയും എനിക്ക് കിട്ടി. മയ്യത്ത് കുളിപ്പിക്കുന്നതും തുണി മുറിക്കുന്നതും മുതൽ എല്ലാ കാര്യങ്ങളും ലൈവായി കാണിച്ചു കൊടുത്തു. നമസ്കാരം കൈകെട്ടിയിട്ട് നമസ്കരിപ്പിച്ചും കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഇദ്ദയിൽ വരുന്ന വാളിച്ചകൾ എന്ന വിഷയത്തിനെ സംബന്ധിച്ച് ഇദ്ദ എന്താണെന്നും ഏത് ഡ്രസ്സാണ് ധരിക്കേണ്ടത്, വെള്ള ഇടണോ ചുവപ്പ് ഇടണോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ട് ഇദ്ദയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. എൻ്റെ പുസ്തകങ്ങളൊക്കെ അത് വിതരണം ചെയ്യാനും ഒക്കെ സാധിച്ചു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാ. അതിൻ്റെയൊക്കെ പുറകിൽ ഒരു കൈയായിക്കൊണ്ട് താങ്ങായിക്കൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇനിയും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലും ലോകത്തിൻ്റെ, അതായത് കേരളത്തിൻ്റെ കോഴിക്കോടിൻ്റെ അല്ല, ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലും പോയി കൂടുതൽ ദൈവ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അവിടങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ ഒരു കയ്യൊപ്പ് പതിപ്പിക്കുവാനും വിധി കൂട്ടുമാറാകട്ടെ. ഇതിപ്പോൾ 20ാമത്തെ ജേർണിയാണ്. അതിൽ 19ാമത്തെ നമ്മുടെ കണ്ണൂർ വെച്ച് സ്റ്റുഡൻസ് വിങ്ങിൻ്റെ ഗ്യാതറിങ് നടന്നല്ലോ, ക്യാമ്പയിൻ. ആ ക്യാമ്പയിനിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അവിടെ കുറേ സ്റ്റുഡൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഹെൽപ്പേഴ്സായിട്ട് വോളണ്ടിയേഴ്സായിട്ട് കുറച്ച് ലേഡീസും. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാ. സ്റ്റുഡൻസിന് ക്ലാസ് എടുത്ത് കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും പിന്നെ എൻ്റെ ടീനേജേഴ്സിന് മാത്രമുള്ള ദുആ ബുക്കുകൾ ധാരാളമായിട്ട് സെയിലാകുകയൊക്കെ ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുവാനും പ്രവർത്തിക്കുവാനും അതിനുള്ള തൗഫീഖ് നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഞാൻ ആദ്യമായിട്ട് നന്ദികൾ അർപ്പിക്കുന്നു. അതിനുശേഷം ഇതിൽ ആരെല്ലാം ഭാഗവാക്കായിട്ടുണ്ടോ, ആരെല്ലാം പൈസകൾ തന്നിട്ടുണ്ടോ, 100ആയും 200ആയും 5000ആയും പല രീതിയിൽ തരുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ ബാരിക്. നിങ്ങൾക്ക് തരാനുള്ള സന്മനസ്സും തരാനുള്ള സാമ്പത്തിക സോഴ്സും വർദ്ധിപ്പിച്ചു തരട്ടെ. എനിക്കതുകൊണ്ട് ഇങ്ങനെയുണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് പ്രവർത്തനങ്ങൾ നടത്താനും അതിന് സപ്പോർട്ടീവ് ആയിക്കൊണ്ട് വല്ല കാര്യങ്ങളും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് പിരിച്ചിട്ടും അതല്ലാതെയും ഒക്കെ നമുക്ക് അവിടങ്ങളിലൊക്കെ ചെയ്യുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഇനി 21ാമത്തതാണ് ഉദ്ദേശിക്കുന്നത്. എവിടെയെങ്കിലും പോയി ഒരു ക്ലാസ് പുനഃസ്ഥാപിക്കുക, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ വീടുകളിൽ വെച്ചിട്ട് ക്ലാസ് നടത്തുമ്പോൾ നമുക്ക് എല്ലാ വിഭാഗം ആളുകളെയും അതിൽ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കും. പള്ളിയും മദ്രസൊക്കെ ആകുമ്പോൾ സലഫിയാണോ സുന്നിയാണോ മുജാഹിദാണോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാരങ്ങ് മാറി നിൽക്കും. അതല്ലാത്ത രീതിയിൽ വിവിധ സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ്, അതിനൊക്കെ ഇനീഷ്യേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനും അതിനുള്ള സാമ്പത്തിക സ്രോതസ്സ് നിങ്ങളിൽ നിന്ന് ലഭിക്കുവാനും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാനും വിധി കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക്, അല്ലാഹുമ്മ ബാരിക്, അല്ലാഹുമ്മ ബാരിക്. ഈ പ്രവൃത്തിയിൽ അല്ലാഹു ഒരുപാട് ബർക്കത്തും നിഅമത്തും റഹ്മത്തും ചൊരിയട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി വസ്സഹബി അജ്മഈൻ.